ബോഡി കോമ്പോസിഷൻ മെഷർ ചെയ്യുന്ന മെഷീനാണ്. ഇതിൽ നിന്ന് നമുക്ക് കാണാവുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെയിറ്റ്, ഒരാൾക്ക് എത്ര വെയിറ്റ് ഉണ്ട്, അയാളുടെ സ്കെലിറ്റൽ മസിൽ മാസ് എത്രയുണ്ട്, പിന്നെ പെർസെൻറ്റേജ് ബോഡി ഫാറ്റ് എത്രയുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഇത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടുന്ന ഒരു ബോഡി കോമ്പോസിഷൻ മെഷീനാണ്. ഇതിൽ നിന്ന് ഒരാൾക്കുള്ള ബോഡി ടൈപ്പ്, എത്ര ശതമാനം ഒബീസിറ്റി ഉണ്ട്, ബയോളജിക്കൽ ഏജ്, നമ്മളുടെ ശരീരഘടന അനുസരിച്ചിട്ട് അയാളുടെ പ്രായം എത്രയാണ്, ബേസൽ മെറ്റബോളിക് റേറ്റ്, ഒരാൾക്ക് റെസ്റ്റിങ്ങിൽ എത്ര എനർജി ആവശ്യമുണ്ട്, ബോഡി സെൽ മാസ്, ബോഡിയിലെ വാട്ടർ കണ്ടന്റ്, ബോഡിയിലെ പ്രോട്ടീൻ, മിനറൽസ്, അതങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ മെഷീനിൽ നിന്ന് അറിയാൻ പറ്റും. കൂടാതെ ഒബീസിറ്റിയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് കിട്ടുന്നതാണ്. ഇതിനകത്ത് ഒബീസിറ്റിയുടെ പെർസെൻറ്റേജ് ബോഡി ഫാറ്റ്, നമ്മുടെ ടാർഗറ്റ് വെയിറ്റ് എത്രയാണ്, അതിൽ എത്ര വെയിറ്റ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, അതിൽ ഫാറ്റ് എത്ര കുറയ്ക്കണം, മസിൽ എത്ര കൂട്ടണം, പിന്നെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, വിസറൽ ഫാറ്റ് ലെവൽ, വിസറൽ ഫാറ്റ് ഏരിയ, അബ്ഡോമിനൽ സർക്കംഫറൻസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ മെഷീനിൽ നിന്ന് അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരാളുടെ സെഗ്മെന്റൽ ബോഡി കോമ്പോസിഷനാണ് നമുക്ക് ഈ മെഷീനിൽ നിന്ന് കിട്ടുന്നത്. ഓരോ കൈക്ക്, കാലിന്, ട്രങ്കിന് ഒക്കെ മസിൽ എത്രയുണ്ട്, നോർമലാണോ അത് ബാലൻസ്ഡ് ആണോ, ഫാറ്റ് എത്രയുണ്ട്, അത് നോർമലാണോ ബാലൻസ്ഡ് ആണോ, ഈ കാര്യങ്ങൾ നമുക്ക് ബോഡി കോമ്പോസിഷൻ അനാലിസിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് മെഷീനിൽ 8 ഇലക്ട്രോഡുകളാണുള്ളത്. ഈ ഇലക്ട്രോഡുകളിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നതിൽ കൂടിയാണ് നമ്മളുടെ ബോഡി കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്നത്. ബോഡി കോമ്പോസിഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കഴിയുന്നതും എംപ്റ്റി സ്റ്റൊമക്കിൽ മെഷർ ചെയ്യുക. കാപ്പി, ചായ തുടങ്ങിയവ കുടിച്ചതിന് 4 മണിക്കൂറിന് ശേഷം ചെയ്യുക. കാര്യമായിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ആൽക്കഹോൾ കുടിച്ചിട്ടുണ്ടാവാൻ പാടില്ല. ഏറ്റവും ലൈറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടുന്നതാണ്. മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനങ്ങാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബ്ലാഡർ എംപ്റ്റി ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതാണ്.